ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്ന് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിലൂടെ നമ്മൾ കണ്ടത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടുമൊക്കെ ഉണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്താൻ കോൺഗ്രസിന് സാധിച്ചു. അതും ചരിത്ര ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ സാധിച്ചു. എന്നാൽ നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് UDFന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കുകയാണ് നിലമ്പൂരിൽ UDF ചെയ്തത്. തീർന്നില്ല. കഴിഞ്ഞ തവണ VV പ്രകാശിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൻവർ നേടിയ ഭൂരിപക്ഷം 2700 ആയിരുന്നെങ്കിൽ ഇത്തവണ 3 ഇരട്ടിയിലധികം വോട്ടുകൾക്കാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറിയിരിക്കുന്നത്. നഷ്ടപ്പെട്ട സീറ്റിനെ പിടിച്ചെടുക്കുക, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കുക, തീർത്തും ഇതൊരു നേട്ടമാണ്. VD സതീശൻ പറഞ്ഞതുപോലെ ഇത് 1, 2, 3 ആളുകളുടെ ബലം കൊണ്ട് സംഭവിച്ചതല്ല, പകരം ടീം UDFന്റെ വിജയമാണ്. അങ്ങനെ മാത്രമേ ഈ വിജയത്തെ UDF മൊത്തത്തിൽ നോക്കിക്കാണുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഞെട്ടിച്ചു കളഞ്ഞത് K മുരളീധരനാണ്. അതിലൊന്നാമത്തെ കാര്യം, CPM വലിയ ആരവങ്ങളോടെ 55 വർഷങ്ങൾക്കിപ്പുറത്ത് പാസഞ്ചർ ട്രെയിനിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടിറക്കിയ ബുദ്ധിജീവിയായ M സ്വരാജ് ഊതി വീർപ്പിച്ച വെറുമൊരു ബലൂൺ ആണ് എന്നാണ് മുരളീധരൻ പറഞ്ഞത്. സ്വന്തം വോട്ട് നോക്കിക്കൊണ്ട് UDFനോട് വിലപേശുന്ന അൻവറിനും കുറിക്കു കൊള്ളുന്ന മറുപടി തന്നെയാണ് മുരളീധരൻ നൽകിയത്. ഇന്നത്തെ നിലമ്പൂര് 50-50 ചാൻസുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അവിടെയാണ് ഇത്രയും വോട്ടിന് UDFന് ജയിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോലും നല്ല മുന്നേറ്റമാണ് UDF ഉണ്ടായത്. പോത്തുകൽ പഞ്ചായത്ത് LDFന് മുൻതൂക്കമുള്ള പഞ്ചായത്താണ്, സ്വരാജിൻ്റെ സ്വന്തം നാടാണ്. അപ്പോൾ ഇത്തവണ മറ്റൊരു കാര്യം കൂടിയുള്ളത്, സ്വരാജിന് ശ്രീരാമകൃഷ്ണൻ്റെ വോട്ട് പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീരാമകൃഷ്ണൻ പിടിച്ച വോട്ട് സ്വരാജിന് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ അന്ന് തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചു, സ്വരാജ് എന്ന് പറയുമ്പോൾ ഒരു ഊതി ഉറപ്പിച്ചൊരു ബലൂണായിരുന്നു, മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അദ്ദേഹത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല. അദ്ദേഹം ഒരു ട്രെൻഡിൽ ജയിച്ച തൃപ്പൂണിത്തറ അതിലേറെ അനുകൂല ട്രെൻഡ് ഉള്ളപ്പോൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. അതുകൊണ്ട് സ്വരാജിന് അവിടെ കാര്യമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് ഞാൻ തുടക്കം മുതൽക്ക് തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് അക്ഷരം പ്രതി ശരിയായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് സാധാരണ മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ പ്രവർത്തകർ ഇത്തവണ മാറി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം അവസാനത്തെ ഗോവിന്ദൻ മാഷ പ്രസ്താവന. ആ പ്രസ്താവനയിൽ ശക്തമായി പ്രതിഷേധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ, കുറേ ആളുകൾ UDFനും വോട്ട് ചെയ്തിട്ടുണ്ട്, കുറേ വോട്ട് അൻവറിനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ CPMൽ ഇന്നത്തെ നേതൃത്വത്തിനോടുള്ള അതിശക്തമായ വികാരം, എതിരായ വികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതാണ് ശ്രീരാമകൃഷ്ണ വോട്ട് പോലും സ്വരാജിന് കിട്ടാതെ പോയതിൻ്റെ കാരണത. അപ്പോൾ സന്ദേശം കൃത്യമാണ്. ഇവിടെ പാവപ്പെട്ട ആശാ വർക്കർമാരോട് പോലും ക്രൂരത കാട്ടിയ ഒരു സർക്കാരിനോട് നിലമ്പൂരത്തെ ജനത ശക്തമായി പകരം ചോദിച്ചു. പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനവും കോൺഗ്രസ്സിന് കരുത്ത് പകർന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപരിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടുകൂടെ പ്രവർത്തിച്ചു. അപ്പോൾ എല്ലാ ഘടകങ്ങളും ചേർന്ന് മുന്നോട്ട് പോയാൽ പിണറായിസം ഈ മണ്ണിൽ കുഴിച്ചു മൂടാൻ കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട അവകാശം കോൺഗ്രസിനാണ്. അതിൽ കോൺഗ്രസ് നേതൃത്വമെടുത്ത സമീപനം ജനങ്ങൾ അംഗീകരിച്ചല്ലോ. അൻവർ ഇത്രയും വോട്ട് കിട്ടിയത് ചില്ലറ കാര്യമൊന്നുമല്ല, സമ്മതിക്കുന്നു. കാരണം പക്ഷേ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, അദ്ദേഹം 9 കൊല്ലം MLA ആയിരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കുറേ പേഴ്സണൽ വോട്ട് കിട്ടും. ഞാൻ 2009 തനിച്ച് മത്സരിച്ച കാലത്ത് ഇതേ നിലമ്പൂരിൽ എനിക്കന്ന് 12,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ എനിക്ക് അന്ന് നിലമ്പൂരിൽ ഒരു ബന്ധവുമില്ല. അപ്പം അതിലത്രയും അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഷെയർ അൻവറിനും പോയിട്ടുണ്ട്, ഒരു ഷെയർ UDFനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ UDF നേതൃത്വം സ്വീകരിച്ച സമീപനം ശരിയായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അധികാരം ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനാണ്. ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന് നിലമ്പൂർ ജനത അംഗീകാരം നൽകി. അത് ഞാൻ ആദ്യം പറഞ്ഞതല്ല, 500 കോടി ഉണ്ടായതെങ്കിൽ 25,000 വോട്ടിന് ജയിക്കായിരുന്നു. തെറ്റായുള്ള നീക്കാല, ഞങ്ങൾ പുറത്താക്കിയതല്ല, അദ്ദേഹം സ്വയം പോയതാണ്.
അതൊക്കെ പാർട്ടിയിലും മുന്നണിയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അതൊന്നും ആരും ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട വിഷയമല്ല. എല്ലാ ഘടകങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. അവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വമായിട്ട് ആലോചിക്കണം, പുതിയ MLA ആയിട്ട് ആലോചിക്കണം, മുന്നണിയിൽ ചർച്ച ചെയ്യണം. അതല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ കഴിയില്ല. അല്ല, തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമല്ല, വിജയവും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഭാവിയിൽ നിലനിർത്തണം, അത് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ നല്ലൊരു പ്രവർത്തനം പാർട്ടി കാഴ്ചവെച്ചു. എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് തന്നെ ഫീൽഡിലുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി. അതിൻ്റെയൊക്കെ വിജയമാണ്. ഇത് കൂട്ടായിട്ടുള്ള വിജയമാണ്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനും, കാരണം ആദ്യമായിട്ടൊരു സീറ്റ് ഞങ്ങൾ പിടിച്ചെടുക്കുക. ഇതുവരെ ഞങ്ങളുടെ സീറ്റുകളൊക്കെ ഞങ്ങൾ നിലനിർത്തിയതാണെങ്കിൽ ഇത്തവണ പിടിച്ചെടുത്തു. അതിലും വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളൊക്കെ ഞങ്ങൾ അന്ന് ജയിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെങ്കിൽ ഇന്ന് ഞങ്ങൾ പിടിച്ചെടുത്ത സീറ്റ് എത്രയോ ഇരട്ടി ഭൂരിപക്ഷത്തോടെയാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. 2700 വോട്ട് നഷ്ടപ്പെട്ട സീറ്റാണ് 10,000-ൽ പരം വോട്ടിന് ഞങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ എല്ലാം കൊണ്ടും UDFന് അഭിമാനിക്കാം, സന്തോഷിക്കാം. പക്ഷേ ഈ സന്തോഷം ഒരു അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്ക് നീങ്ങരുത്. ചുറ്റും അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതേ ടീം സ്പിരിറ്റോടുകൂടെ മുന്നോട്ട് പോകണം. അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ 27-ാം തീയതി രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്, UDF ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ തീരുമാനിക്കാം. അതല്ലെങ്കിലും സണ്ണി ഡേയ്സ് തന്നെയാണല്ലോ ഇപ്പോൾ, അതിന് കുഴപ്പമൊന്നുമില്ല. അത് സണ്ണി ജോസഫ് വരുന്നതിന് മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും അതെ. കാരണം മുമ്പും ജയിച്ചിട്ടുണ്ടല്ലോ. പാലക്കാട് 18,000 അന്നത്തെ നേതൃത്വം നല്ല സംഭാവന ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നേതൃത്വം അതേ ടീം സ്പിരിറ്റിൽ മുന്നോട്ട് പോകും. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് വേണം എല്ലാ കാര്യവും തീരുമാനിക്കാൻ. കാരണം രാപ്പകൽ UDFന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരുണ്ടല്ലോ, എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചവർ. അവരുടെ വികാരം കൂടെ കണക്കിലെടുക്കണം. എന്ത് തീരുമാനം എടുക്കും?